നമസ്കാരം. പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ലോകം 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ 20ാം നൂറ്റാണ്ടിലാണോ എന്ന് പ്രവാസ ലോകം സംശയിച്ചു പോകുന്നു. ഇന്റർനെറ്റ് ഉൾപ്പെടെ നിമിഷങ്ങൾക്കുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഉള്ളപ്പോഴും കത്തയക്കൽ പോലെയുള്ള പരമ്പരാഗത രീതികളെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അടിയന്തര ഘട്ടത്തിൽ പോലും ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രവാസ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അടിയന്തര ഘട്ടങ്ങളിലെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം അഭ്യർത്ഥിക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല ഏർപ്പെടുത്തിയ ആർ രമേശ് സ്മാരക പ്രവാസി പുരസ്കാരത്തിന് ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകൻ സുബൈർ കണ്ണൂർ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കല കുവൈറ്റ് മുൻ ഭാരവാഹിയും കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ആർ രമേശിന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം മുതലാണ് പ്രവാസ ലോകത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നവരെ ആദരിക്കുക എന്ന ഉദ്ദേശത്തിൽ അവാർഡ് ഏർപ്പെടുത്തിയതെന്ന് കല കുവൈറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ വളപട്ടണം സ്വദേശിയായ സുബൈർ ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ പ്രതിഭയുടെ പ്രധാന പ്രവർത്തകനാണ്. സേവന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സുബൈറിനെ തേടിയെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശി സ്വദേശി ഇയാദ് അലിക്ക് നവയുഗം പ്രവർത്തകർ തുണയായി. 1992 യാതൊരു കാരണവും കൂടാതെ വീട് വിട്ടിറങ്ങിപ്പോയ കൊല്ലം സ്വദേശി മൻസൂറിനെ തേടിയാണ് സഹോദരിയും സഹോദരന്മാരും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. അന്വേഷിക്കാവുന്ന എല്ലാ വഴികളിലൂടെയും ഇവർ അന്വേഷിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. സ്വന്തം മകനെ ഒരു നോക്കുകൂടി കാണണമെന്ന ഉമ്മായുടെ ആഗ്രഹമാണ് ഇവരെ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിച്ചിരിക്കുന്നത്. മൻസൂറിനെ കുറിച്ച് നമുക്ക് ഇവരോട് ചോദിക്കാം. 22 വർഷമായി. എത്ര വയസ്സിലാണ് പോയെ? 19 വയസ്സിൽ പോയി. പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ വരെ പ്രശ്നമൊന്നുമില്ല. എന്തിനാ പോയെ? അങ്ങനെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്കും ഇപ്പം അത് വലിയൊരു ഉമ്മാക്കുപ്പാക്കായിരിക്കും ഓർമ്മ ഉണ്ടാവും. ഞാനന്ന് വിദേശത്താണ് 89 പോയത്. എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു? നല്ല സ്വഭാവമായിരുന്നു. അല്ല, അങ്ങനെ നല്ല ഫുട്ബോൾ കളിക്കാനായിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് ഇതേപോലെ പുള്ളി ഇലക്ട്രീഷ്യൻ കടയിൽ പോകുമായിരുന്നു. ഐ ടിയിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ കടയിൽ പോകുമായിരുന്നു, വണ്ടിയുടെ ഇലക്ട്രീഷ്യൻ്റെ പണിയൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ പൊതിയൊക്കെ എടുത്തിങ്ങനെ ഇറങ്ങിയപ്പം ഉമ്മ ചോദിച്ച്, ഇന്ന് ലഗേജൊക്കെ തോനെ ഉണ്ടല്ലോ, എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പം ഇന്ന് പന്ത് കളിക്കാൻ പോകണം. അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് ഉമ്മ നോക്കി നീക്കിയാൽ പോകുന്നവരെ. ഉമ്മ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. താഴ്ചയുള്ള സ്ഥലത്ത് പോയി ചുമട്ടുവെള്ളം കോരി കണ്ട ഉമ്മ കുളിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വരേണ്ടതാണ്. വന്നെങ്കിൽ ഉമ്മയുടെ എല്ലാം. 19 നിങ്ങൾ 4 പേരാണോ? 5 പേര്. അവനുൾപ്പെടെ 6 പേര്. 5 ആണ്, ഒരാളുണ്ട്. നമ്മൾ അന്വേഷിച്ച് പരിചയക്കാരെടുത്ത ജോലിയൊന്നും കിട്ടി. ജോലി ചെയ്യണം, വെളിയിൽ പോയി ജോലി ചെയ്യണം, സമ്പാദിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു എന്ത് ജോലിയും ചെയ്യും. നമ്മളാ പരിസരത്ത് തന്നെ എല്ലാവർക്കും നല്ല മതിപ്പാണ് എൻ്റെ കൂടെ, അയലോകക്കാർക്ക് വരെ. എവിടെയാണ് തെരയ മൻസൂറെ തന്നെ 22 വർഷത്തിന് ശേഷം വീണ്ടും വീട്ടുകാരെത്തിയിരിക്കുന്നു. അതിനു മുമ്പ് തൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു. എനിക്ക് അവർക്കൊരു സഹായവും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വന്നില്ല. 22 വർഷമായിട്ടും നിങ്ങൾ വന്നില്ല. അവർ വന്നിട്ട് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾ വന്നില്ല. നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ല. നിങ്ങൾ വളരെ ചെറുപ്പമല്ലല്ലോ പോകുമ്പോൾ. 19 വയസ്സുണ്ട് നിങ്ങൾക്ക്. വകതിരിവ് വന്ന മകനാ. 1983 തിരുവനന്തപുരം സ്വദേശി ഭുവനചന്ദ്രൻ ചന്ദ്രികയെ വിവാഹം ചെയ്യുന്നത്. 2012 ഡിസംബർ വരെ ഇവർ ഒരുമിച്ച് താമസിച്ചു. പിന്നീട് ഭുവനചന്ദ്രനെ കാണാതായി. ഭുവനചന്ദ്രനെ കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞറിഞ്ഞ വിവരം മാത്രമേ ചന്ദ്രികയ്ക്കുള്ളൂ. ഭുവനചന്ദ്രനെ അന്വേഷിച്ചാണ് ചന്ദ്രിക ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. 2 മക്കളോടൊത്ത് ചന്ദ്രിക ഇന്നും ഭുവനചന്ദ്രനെ കാത്തിരിക്കുന്നു. അപ്പൊ 2012 ഭുവനചന്ദ്രൻ പോകുന്നത് അല്ലേ? തെറ്റിയിട്ടാ പോയത് അല്ലേ?
എന്തോ തെറ്റുണ്ടായിട്ടാണല്ലോ പോയത് അല്ലേ? സാമ്പത്തിക കാശിന്റെ ഒക്കെ പ്രശ്നം. സാമ്പത്തിക രണ്ടിടത്തെ വസ്തു വിറ്റ് അത് എൻ്റെ മതിനിയുടെ കയ്യിലായിപ്പോയി. അദ്ദേഹത്തിന്റെ കയ്യിലായ എൻ്റെ വസ്തുവാണ്. എൻ്റെയും ഭർത്താവിൻ്റെയും പേരിനാണ് വസ്തു കൊടുത്തത്, അമ്മ തന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവ് ആ വസ്തു വിൽക്കാൻ വേണ്ടി തൂങ്ങാൻ കയറും. എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ എന്നെ ഒരിടവും ജീവിക്കാൻ അനുവദിക്കില്ല. അമ്മയും അച്ഛനും അങ്ങ് നഷ്ടപ്പെട്ട് എനിക്ക് അങ്ങനെ വിറ്റു അല്ലേ? ഭൂമി വിറ്റു. ആ പൈസ ആയിട്ടാണോ പോയത്? പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കണ്ടു അല്ലേ? അന്നല്ലേ അല്ലേ? മലിഞ്ഞാരി വീട്ടിൽ വെച്ച് കണ്ടു. പിറ്റൊന്ന് വരുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ എൻ്റെ മലിഞ്ഞ ആൾക്കാരും കൂടി എന്നെ അടിച്ച് ഞാൻ വെളുപ്പശാല കൊണ്ട് എൻ്റെ മാലയൊക്കെ പൊട്ടിച്ചെടുത്ത് ഞാൻ വെളുപ്പശാല കൊണ്ട് പരാതി. ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ടും സഹോദരന്മാരെ കൊണ്ടും ജീവിക്കാൻ എനിക്ക് 32 കൊല്ലമായി. 82-ൽ എന്നെ 83-ൽ കൊണ്ട് 84-ൽ മോനെ പ്രസവിക്കണം, 86-ൽ മോളെ പ്രസവിക്കണം. മക്കളൊക്കെ എന്ത് ചെയ്യണ? മക്കള് മോളെ 17 വയസ്സിൽ കെട്ടിച്ച്. മോക്ക് സ്ത്രീധനം കൊടുക്കേണ്ട പണം ഇങ്ങനെ വേറെ ഇതായി. എന്നിട്ട് അവിടെ എനിക്കൊക്കെ നാണക്കേട്. എൻ്റെ മക്കളൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല. എങ്കിൽ ഞങ്ങൾ പോയി കൊണ്ടുവരും.